15,000 rupees ഒരു ഫോൺ മേടിക്കാൻ പോവുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി കാണും. അത് വേറെ ഒന്നുമല്ല, റിയൽമി P1 ഉണ്ട് ആ പ്രൈസിന്. അതുപോലെ തന്നെയാണ് നമ്മുടെ മോട്ടോറോളയുടെ G65 ഉണ്ട്. അതുപോലെ തന്നെയാണ് വിവോന്റെ പുതിയൊരു ഫോണും കൂടെ വന്നിട്ടുണ്ട്, വിവോ T3X. മൂന്ന് നോക്കുകയാണെങ്കിൽ മൂന്ന് ഫോണും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾ മേടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓരോ സ്മാർട്ട് ഫോണായിട്ട് തുടങ്ങാം. ഞാൻ ഓരോ സ്മാർട്ട് ഫോൺ പറഞ്ഞിട്ട് അത് ആർക്കൊക്കെ ആണെന്നും കൂടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിവോന്റെ T3X വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വിവോന്റെ T3X നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും വിവോന്റെ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നത്. വിവോന്റെ T സീരീസ് ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്, കാരണം ഓൺലൈൻ സീരീസ് ആണ് വിവോന്റെ. അപ്പോൾ ഈ ഫോൺസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഉണ്ട്, 120 Hz ആണ്, IPS LCD ഡിസ്പ്ലേ ആണ്, AMOLED ഒന്നും കിട്ടത്തില്ല. 15,000 rupees ആണ് ഇതിന്റെ പ്രൈസ്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ 14,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്, 6GB RAM വേരിയന്റിന്. അപ്പോൾ ആ പ്രൈസിന് നല്ലൊരു ഡിസ്പ്ലേ, മീൻസ് IPS ഡിസ്പ്ലേ 120 Hz കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 44 watts ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ചിപ്സെറ്റ് ആണ്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ്. 6 Gen 1 നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റ് തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനും ബെറ്റർ പെർഫോമിംഗ് ആയുള്ള ചിപ്സെറ്റ് വേറെ ഒരു സ്മാർട്ട് ഫോണും കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടെടുത്തോളം ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനും ബെറ്റർ ചിപ്സെറ്റ് നിങ്ങൾക്ക് വേറെ കിട്ടാൻ പോകുന്നില്ല. ബെസ്റ്റ് ചിപ്സെറ്റ് ആണ്. പെർഫോമൻസ് വേണമെങ്കിൽ ഈ ഫോൺ കണ്ണും പൂട്ടിയെടുത്തോളൂ. ചിപ്സെറ്റ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ ബാക്ക് ക്യാമറാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 50 MP പ്ലസ് 2 MP ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഒരു ക്യാമറ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ്, ഫാസ്റ്റ് ചാർജിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെങ്കിൽ വിവോന്റെ T3X എടുക്കുക, നല്ല പെർഫോമൻസ് തരും. അടുത്ത ഫോണാണ് മോട്ടോറോളയുടെ G64 എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ G64 നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ്, 6000 mAh ബാറ്ററി. നമ്മുടെ വിവോനും 6000 mAh തന്നെയാണ്, ഈ ഫോണിൽ 6000 mAh ബാറ്ററി. ഒരു മീഡിയം ലെവലുള്ള ഫാസ്റ്റ് ചാർജർ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഫോണിലെന്ന് പറയുന്നത്. പിന്നെ IPS LCD ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്, 120 Hz ഇവിടെയും ഉണ്ട്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Dimensity 7025 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അപ്പോൾ ആക്ച്വലി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗനെ കാട്ടും ബാക്കിലാണ്. ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫോണിനെയും കാട്ടും കുറച്ചുകൂടെ ഒന്ന് പെർഫോമൻസ് കുറവാണ്, എന്നാൽ തീരെ കുറവല്ല. പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. നോർമൽ യൂസിനൊക്കെ അത്യാവശ്യം നല്ല പെർഫോമിംഗ് തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ മേടിക്കേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ആണ്. ബാക്ക് ക്യാമറാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറാസ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ക്യാമറ ആക്ച്വലി നല്ല ഉപയോഗമുള്ള ക്യാമറാസ് ആണ്. 50 MP മെയിൻ സെൻസർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 8 MP അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. ആ 50 MP OIS കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം. ഈ പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള ഫോൺസിനൊന്നും OIS കാണാറില്ല. 8 MP അൾട്രാ വൈഡ് പിന്നെ പ്രതീക്ഷിക്കേ വേണ്ട. ഈ ഫോണിലാണ് ഞാൻ ആകെ 8 MP അൾട്രാ വൈഡ് ഈ പ്രൈസ് റേഞ്ചിൽ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ 15,000 rupeesനകത്ത് നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും എടുത്തോളൂ. നല്ല ഫോൺ തന്നെയാണ്. ക്യാമറ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. 50+8 കിട്ടുന്നുണ്ട്. മെഗാപിക്സൽ വൈസ് ആണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ക്യാമറാസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 6000 mAh ബാറ്ററി. പിന്നെ ചിപ്സെറ്റ് അത്യാവശ്യം നല്ലതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ഫോണിലും പ്ലാസ്റ്റിക് തന്നെയാണ്. ആദ്യം പറഞ്ഞ വിവോ ആണെങ്കിലും ഈ ഫോണിലാണെങ്കിലും ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫോണിലാണെങ്കിലും പ്ലാസ്റ്റിക് ബാക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ IPS LCD ആണ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ റിയൽമിയുടെ P1 സീരീസ് ആണ്. അപ്പോൾ ഇതിന് ലേശം പ്രൈസ് കൂടുതലാണ്. ബാക്കി രണ്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് വരുന്നത് 14,999 ആണെങ്കിൽ ഈ ഫോണിൻ്റെ പ്രൈസ് വന്നിട്ട് 15,999 ആണ്. ഒരു 1000 രൂപയുടെ വ്യത്യാസം. പക്ഷേ 1000 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ കിട്ടും. AMOLED ഡിസ്പ്ലേ കിട്ടും. Dimensity 7050 കിട്ടും. അത്യാവശ്യം നല്ല പെർഫോമിംഗ് ഫോണാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അതുപോലത്തെ കിടലം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ രണ്ട് ഫോൺസ് പറഞ്ഞല്ലോ, ആ രണ്ട് ഫോൺസിലും 6000 mAh ബാറ്ററി ആയിരുന്നു. ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 45 watts ഫാസ്റ്റ് ചാർജറാണ്, വിച്ച് ഈസ് ഓക്കെ. ഈ പ്രൈസ് റേഞ്ചിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, വലിയ കാര്യം. അതുപോലെ തന്നെയാണ് ആ ഒരു ഫോണിൽ നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ് അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ പെർഫോമൻസ് വൈസ് നമ്മുടെ സ്നാപ്ഡ്രാഗനെ കാട്ടും ഒരു പൊടിക്ക് പെർഫോമൻസ് കുറവാണ്. ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. ചെറിയൊരു പെർഫോമൻസ് ഡ്രോപ്പ് എന്തായാലും ഉണ്ടാവും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. Dimensity 7050 സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ 6 Gen 1 ആണ് നമ്മുടെ റിയൽമിയുടെ P1 Proയിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
അത് എറൗണ്ട് 20,000 റുപ്പീസിൻ്റെ ഫോണാണ്. എന്നാൽ ഈ ഫോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററിയൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. അപ്പോൾ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ 50+2 ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. കാണാൻ 4 ക്യാമറ ഉള്ളതുപോലെയൊക്കെ തോന്നുമെങ്കിലും 2 ക്യാമറയെ കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ ഫോൺ എന്ന് പറയുന്നത് മീഡിയ കൺസപ്ഷന് ബെറ്റർ ഓപ്ഷനാണ്. നമ്മുടെ റിയൽമിയുടെ P1 എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട്. AMOLED ഡിസ്പ്ലേ മാത്രമല്ല, വേറെ അഡീഷണൽ ഫീച്ചേഴ്സും അത്യാവശ്യം ആ പ്രൈസിങ്ങിന് നല്ലൊരു പെർഫോമൻസ് ഫോണാണ്. നിങ്ങൾക്ക് പെർഫോമൻസ് വേണം, നിങ്ങൾക്ക് നല്ലൊരു ഓവറോൾ ഒരു ഫോൺ വേണമെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും. ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ മോട്ടറോള എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നമ്മുടെ വിവോ എടുക്കുക. അപ്പോൾ 3 ഓപ്ഷനും അത്യാവശ്യം നല്ലത് തന്നെയാണ്. നിങ്ങളുടെ പർപ്പസ് നോക്കിയിട്ട് മാത്രം ഫോൺസ് മേടിക്കുക. പിന്നെ ഈ ഫോൺസൊക്കെ മേടിക്കുന്ന മുമ്പേ പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് കാണുക, അതായത് റിവ്യൂ വീഡിയോസ് കാണുക. അല്ലാതെ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രോപ്പർ റിവ്യൂ വീഡിയോസ് കണ്ടിട്ട് മാത്രം ഫോൺസ് പർച്ചേസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ റിയൽമി P1 ഒരു ഓഫറുണ്ട്, ഒരു 1000 റുപ്പീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ മേടിക്കുകയാണെങ്കിൽ എന്തോ ഒരു 1000 റുപ്പീസിന് ഓഫർ ഉണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 3ഉം 15,000 റുപ്പീസിൻ്റെ ഫോണാണ്. ഞാൻ ബാങ്ക് ഓഫർ ഒന്നും കൂട്ടുന്നില്ല, കാരണം എല്ലാവർക്കും ബാങ്ക് ഓഫർ ആക്സസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫറിനെ പറ്റി ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല. ബാങ്ക് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ 1000 റുപ്പീസ് വീണ്ടും കുറയുന്നതാണ് ഈ ഫോൺസിൻ്റെ പ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഫോൺസാണ് ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു അഡീഷണൽ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, മോട്ടറോളയിൽ ബ്ലോട്ട്വെയർ വരാറുണ്ട്. ബാക്കിയുള്ള അനാവശ്യമായ ആഡ്സോ അങ്ങനത്തെ പരിപാടിയൊന്നും മോട്ടറോള ഫോൺസിൽ വരാറില്ല ആ പ്രൈസ് സെഗ്മെൻറ്റിൽ. ബാക്കിയുള്ള റിയൽമി ആണെങ്കിലും വിവോ ആണെങ്കിലും ബ്ലോട്ട്വെയറും ആഡ്സും ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് കുറച്ചൊന്ന് മെനക്കെട്ടാലേ അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മോട്ടറോള ഒക്കെ ആണെങ്കിൽ 3-4 ആപ്ലിക്കേഷൻ കാണും, അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഫോൺ ക്ലീൻ തന്നെയാണ്. അപ്പോൾ ഈ 3 ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് താഴെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.